Hi students, parallel flowing counter flow heat exchangers in the problems we work out. Okay. First question. In a food processing unit, a brine solution is heated from minus 15 degrees Celsius to minus 7 degrees Celsius in a parallel flow heat exchanger by water entering at 35 degrees Celsius and leaving at 20 degrees Celsius at the rate of 12 kg per minute. Determine the heat exchanger area for an overall heat transfer coefficient of 850 watt per meter square Kelvin. For water, take Cp equals 4.187 kilojoule per kilogram Kelvin. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇത് ഏത് ടൈപ്പ് ഹീറ്റ് എക്സ്ചേഞ്ചർ ആണെന്നാണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ് പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ. ഓക്കെ, അപ്പോൾ പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പാരലൽ ഫ്ലോയുടെ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ കർവ് വരയ്ക്കണം. ഓക്കെ, ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. അതായത് ബ്രൈൻ സൊല്യൂഷനാണ് നമ്മൾ, ബ്രൈൻ അതായത് ഉപ്പ് വെള്ളം, ബ്രൈൻ സൊല്യൂഷനാണ് നമ്മൾ ഇവിടെ കൂളിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ കോൾഡ് ഫ്ലൂയിഡായിട്ട് യൂസ് ചെയ്യുന്നത് ബ്രൈൻ സൊല്യൂഷനും ഹോട്ട് ഫ്ലൂയിഡായിട്ട് യൂസ് ചെയ്യുന്ന വാട്ടറുമാണ്. ഓക്കെ, ക്വസ്റ്റ്യന് പറഞ്ഞിട്ടുണ്ട് എ ബ്രൈൻ സൊല്യൂഷൻ ഈസ് ഹീറ്റഡ് ഫ്രം minus 15 degrees Celsius to minus 7 degrees Celsius. സോ ബ്രൈൻ സൊല്യൂഷനാണ് ഇത്. പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ ആയതുകൊണ്ട് തന്നെ ഹോട്ട് ഫ്ലൂയിഡും കോൾഡ് ഫ്ലൂയിഡും സെയിം ഡയറക്ഷനിലായിരിക്കും ഫ്ലോ ചെയ്യുന്നത്, നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ബ്രൈൻ സൊല്യൂഷൻ minus 15 degrees Celsius to minus 7 degrees Celsius ഹീറ്റ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ അതേ സൈഡിൽ തന്നെ വാട്ടർ എൻ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വാട്ടർ എന്ത് ചെയ്യുന്നത്, വാട്ടറിൻ്റെ ടെമ്പറേച്ചർ കുറയുകയാണ് ചെയ്യുന്നത്. 35 ഡിഗ്രി ഉണ്ടായിരുന്ന വാട്ടർ 20 ഡിഗ്രിയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ ക്യാപിറ്റൽ ടി ഹോട്ട് ഫ്ലൂയിഡിനെ ഡിനോട്ട് ചെയ്യുന്നു, സ്മോൾ ടി കോൾഡ് ഫ്ലൂയിഡിനെ ഡിനോട്ട് ചെയ്യുന്നു. ഡേറ്റാ ബുക്കിൽ ഇങ്ങനെ കിടക്കുന്നത്, അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. 1 എന്ന് പറഞ്ഞാൽ ഇൻലെറ്റിനെ യൂസ് ചെയ്യുന്നു, 2 എക്സിറ്റ് അല്ലെങ്കിൽ ഔട്ട്ലെറ്റ് പോർഷനെ ഡിനോട്ട് ചെയ്യുന്നു. ഇനി നമുക്ക് ഗിവൺ ഡേറ്റാസ് എടുത്തെഴുതാം. ഗിവൺ ഡേറ്റാസ് സി പി സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഹോട്ട് ഫ്ലൂയിഡ് അല്ലെങ്കിൽ വാട്ടർ തന്നിട്ടുണ്ട്. 4.187 കിലോജൂൾ പെർ കിലോഗ്രാം കെൽവിനാണ്. ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, പക്ഷേ ക്വസ്റ്റിന് ഗിവനാണിത്. പിന്നെ ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 850 വാട്ട് പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ. വാട്ടറിൻ്റെ ഫ്ലോ റേറ്റ് തന്നിട്ടുണ്ട് 12 കിലോഗ്രാം പെർ മിനിറ്റ്. ഞാൻ ആദ്യം ഡെറിവേഷൻ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട് m.h വാല്യൂ എപ്പോഴും കിലോഗ്രാം പെർ സെക്കൻഡിലേക്ക് മാറ്റണം. ഇവിടെ കിലോഗ്രാം പെർ മിനിറ്റിലാണ് നടക്കുന്നത്. കിലോഗ്രാം പെർ മിനിറ്റിനെ കിലോഗ്രാം പെർ സെക്കൻഡിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ബൈ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി ഇത് കിലോഗ്രാം പെർ ഹവറിലായിരുന്നെങ്കിലോ ബൈ 60 × 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മുടെ ഗവേണിംഗ് ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, Q ഈക്വൽസ് U × A × θLm അല്ലെങ്കിൽ LMDD. ഇനി നമുക്ക് ക്യൂവിൻ്റെ വാല്യൂ കാണാൻ വേണ്ടി നമുക്ക് ഹോട്ട് ഫ്ലൂയിഡിൻ്റെ എല്ലാ ഗിവൺ ഡേറ്റാസും ഉണ്ട്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ക്യൂവിൻ്റെ വാല്യൂ കാണാൻ പറ്റും. ക്യൂവിൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടും. അത് m.h × Cph × T1 - T2 ഇൻലെറ്റ് ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് ഫ്ലൂയിഡ് മൈനസ് എക്സിറ്റ് ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് ഫ്ലൂയിഡ്, ദാറ്റ് ഈസ് വാട്ടർ. അപ്പോൾ m.hൻ്റെ വാല്യൂ നമുക്കറിയാം 12/60. Cpയുടെ വാല്യൂ ഗിവൺ ആണ് 4.187, T1 35, T2 20. അപ്പോൾ നമുക്ക് കിട്ടുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് കിലോ വാട്ടിലായിരിക്കും കിട്ടുന്നത്. കാര്യം എന്താ, ഇത് കിലോഗ്രാം പെർ സെക്കൻഡിലാണ്, ഇത് കിലോജൂൾ പെർ കിലോഗ്രാം കെൽവിനിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിലോ വാട്ട് കിട്ടും. അത് നമ്മൾ എന്ത് ചെയ്യും, വാട്ടിലേക്ക് മാറ്റുക. ഓക്കെ, × 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് വാട്ട്സിലേക്ക് കിട്ടും. ഇനി θLm അതിൻ്റെ ഇക്വേഷൻ നമുക്ക് ഡേറ്റാ ബുക്കിലുണ്ട്. ഡേറ്റാ ബുക്കിൽ പഴയ ഡേറ്റാ ബുക്കിൽ പേജ് നമ്പർ 152-ൽ സിംഗിൾ പാസ് ഫോർ എ പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിന് θLm ഇക്വേഷനാണ് ക്യാപിറ്റൽ T1 മൈനസ് സ്മോൾ t1 മൈനസ് T2 മൈനസ് T2 ബൈ നാച്ചുറൽ ലോഗ് ഓഫ് T1 മൈനസ് T1 ബൈ T2 മൈനസ് T2. ഇത് നമുക്കല്ലാതെ എടുക്കാം. കാരണം ഈ ടേം അതായത് θ1 35 മൈനസ് 15 മൈനസ് 20 മൈനസ് 7 ബൈ θ1 ബൈ θ2 അങ്ങനെ എടുത്താലും മതി. അല്ലെങ്കിൽ ഡയറക്റ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, θLmൻ്റെ വാല്യൂ 37.33 ഡിഗ്രി സെൽഷ്യസ് കിട്ടും. നമുക്കിവിടെ കാണാനുള്ളത് ഡിറ്റർമൈൻ ദ ഹീറ്റ് എക്സ്ചേഞ്ചർ ഏരിയ ആണ് കാണാനുള്ളത്. ഇവിടെ Q നമുക്ക് കിട്ടി mCp∆T വെച്ച്, U ഗിവൺ ആണ്, θLm നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടി. ഇനി ഏരിയ ആണ് കാണാനുള്ളത്. ഏരിയ ഈക്വൽസ് Q/U × θLm.
നമുക്ക് ഏരിയയുടെ വാല്യൂ കിട്ടും 0.396 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. രണ്ടാമത്തെ പ്രോബ്ലം നോക്കാം. ഹോട്ട് വാട്ടർ അറ്റ് 80 ഡിഗ്രി സെൽഷ്യസ് ഹീറ്റ്സ് എയർ ഫ്രം എ ടെമ്പറേച്ചർ ഓഫ് 20 ഡിഗ്രി സെൽഷ്യസ് to 40 degree Celsius in a parallel flow heat exchanger. The water leaves the heat exchanger at 60 degree Celsius. Calculate arithmetic mean temperature difference and logarithmic mean temperature difference. Okay. ഫസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം പോലെ തന്നെ ക്വസ്റ്റ്യൻ നോക്കുക, ഏത് ഹീറ്റ് എക്സ്ചേഞ്ചർ ആണെന്ന് മനസ്സിലാക്കുക. ഇവിടെ ക്വസ്റ്റ്യൻ ഗിവൺ ആണ് പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ. സോ പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ വരയ്ക്കുക. ഇതേപോലെ ഇരിക്കുന്നത് ഹോട്ട് ഫ്ലൂയിഡ്, അതായത് ഹോട്ട് വാട്ടർ 80 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 60 ഡിഗ്രി വരെ ഫ്ലോ ചെയ്യുന്നുണ്ട്. അതിന് പാരലായിട്ട് തന്നെ സെയിം ഡയറക്ഷനിൽ തന്നെ ഹോട്ട് എയർ അല്ല, എയറിനെ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹോട്ട് വാട്ടർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എയറും ഒരു ഫ്ലൂയിഡാണ്. എയർ ഹീറ്റ് എക്സ്ചേഞ്ചർ എൻ്റർ ചെയ്യുന്ന ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസ്. അങ്ങനെ ഈ ഹോട്ട് വാട്ടറിൻ്റെ ടെമ്പറേച്ചർ ഗെയിൻ ചെയ്തുകൊണ്ട് 40 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുന്നുണ്ട്. ഇതാണ് ഒരു പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ കർവ്. അവിടെ θ1 എന്ന് പറഞ്ഞാൽ എന്താണ് 80 - 20യും θ2 എന്ന് പറഞ്ഞാൽ 60 - 40യും. നമുക്കാദ്യം AMTD നോക്കാം. AMTD അരിത്തമെറ്റിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സിംപ്ലി ദ അരിത്തമെറ്റിക് ആവറേജ് ഓഫ് θ1 ആൻഡ് θ2. θ1 + θ2/2. ഓക്കെ, θ1 എന്ന് പറഞ്ഞാൽ 80 - 20, θ2 എന്ന് പറഞ്ഞാൽ 60 - 40. സിമ്പിൾ. 40 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് ഉത്തരം കിട്ടും. ഇനി LMTD നേരത്തെ പറഞ്ഞു നമുക്ക് ഡേറ്റ ബുക്ക് നോക്കാം. അല്ലെങ്കിൽ θ1 - θ2 നാച്ചുറൽ ലോഗ് ഓഫ് θ1 / θ2 അങ്ങനെ എടുത്താലും മതി. ഓക്കെ, ഇവിടെ LMTD എന്ന് പറഞ്ഞാൽ θ1 - θ2 നാച്ചുറൽ ലോഗ് ഓഫ് θ1 / θ2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 80 - 20 - 60 - 40 നാച്ചുറൽ ലോഗ് ഓഫ് 80 - 20 60 - 40. അപ്പോൾ അതിൻ്റെ ഉത്തരം 36.41 ഡിഗ്രി സെൽഷ്യസ് കിട്ടും. ഇവിടെ AMTDക്ക് 40 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നമ്മൾ LMTD എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? θ1 / θ2ൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1.7 ആണെങ്കിൽ മാത്രമേ നമ്മൾ LMTD യൂസ് ചെയ്യത്തുള്ളൂ. അതായത് രണ്ടാമത് LMTD. അല്ലാത്ത പക്ഷം വിച്ച് ഇസ് ലെസ് ദാൻ 1.7 ആണെങ്കിൽ θ1 / θ2ൻ്റെ വാല്യൂ നമ്മൾ AMTD ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ θ1 / θ2ൻ്റെ വാല്യൂ 1.7നേക്കാൾ ഗ്രേറ്റർ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ AMTD യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലെസ് ആക്യുറേറ്റ് ആയിരിക്കും, അത് റിസൾട്ട് ആക്യുറേറ്റ് ആവില്ല. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫ്ലോ റേറ്റ്സ് ഓഫ് ഹോട്ട് ആൻഡ് കോൾഡ് ഫ്ലൂയിഡ്സ് ഇൻ എ പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ ആർ 0.2 and 0.5 kg/s respectively. Inlet temperature of hot and cold fluids are 70 and 20 degrees Celsius. Exit temperature of hot water is 45 degrees Celsius. If the individual heat transfer coefficient on both sides are 650 watt per meter square degree Celsius, calculate the area of heat exchanger. ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടി ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഏത് ഹീറ്റ് എക്സ്ചേഞ്ചർ ആണെന്ന് അനലൈസ് ചെയ്യുക. ക്വസ്റ്റ്യൻ ഗിവൺ ആണ് പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ. സോ പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ കർവ് വരയ്ക്കുക. ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ചാർട്ട് ഇങ്ങനെ ഇരിക്കും. ഹോട്ട് ഫ്ലൂയിഡ് എൻ്റർ ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട് 70 ഡിഗ്രിയിൽ നിന്ന് 45 ഡിഗ്രി വരെയാണ് ട്രാവൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ കോൾഡ് ഫ്ലൂയിഡ് 20 ഡിഗ്രിയിൽ നിന്ന് T2ൻ്റെ വാല്യൂ തന്നിട്ടില്ല. കോൾഡ് ഫ്ലൂയിഡിൻ്റെ എക്സിറ്റ് ടെമ്പറേച്ചർ വാല്യൂ തന്നിട്ടില്ല ഇവിടെ. നമുക്ക് ആദ്യം ഗിവൺ ഡേറ്റാസ് എടുത്ത് എഴുതാം. ഓക്കെ, ഫസ്റ്റ് ക്യാപിറ്റൽ T1 ദ ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് ഫ്ലൂയിഡ് അറ്റ് ഇൻലെറ്റ് -70 ഡിഗ്രി സെൽഷ്യസ് ഗിവൺ ആണ്. അതേപോലെ ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് ഫ്ലൂയിഡ് അറ്റ് ദ ഔട്ട്ലെറ്റ് പോർഷൻ അതും ഗിവൺ ആണ് 45 ഡിഗ്രി സെൽഷ്യസ് ക്യാപിറ്റൽ T2 കൊണ്ട് ഡിനോട്ട് ചെയ്യും. പിന്നെ ദ ഇൻലെറ്റ് ടെമ്പറേച്ചർ ഓഫ് കോൾഡ് ഫ്ലൂയിഡ് -20 ഡിഗ്രി സെൽഷ്യസ്. ദ എക്സിറ്റ് ടെമ്പറേച്ചർ കോൾഡ് ഫ്ലൂയിഡ് ഈസ് നോട്ട് ഗിവൺ ഹിയർ. സ്മാൾ T2ൻ്റെ വാല്യൂ തന്നിട്ടില്ല. പിന്നെ ഹോട്ട് ഫ്ലൂയിഡിൻ്റെ ഫ്ലോ റേറ്റ് തന്നിട്ടുണ്ട് 0.2 kg/s ആണ്. അതേപോലെ തന്നെ കോൾഡ് ഫ്ലൂയിഡിൻ്റെ ഫ്ലോ റേറ്റ് തന്നിട്ടുണ്ട് 0.5 kg/s ആണ്. ഇനി നമുക്ക് ഏറ്റവും ആദ്യം കണ്ടുപിടിക്കാനുള്ളത് ക്യൂവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ,
ക്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് ക്യൂ എച്ച് നമുക്ക് യൂസ് ചെയ്യാം. അതായത് ക്യൂ എച്ചിൻ്റെ എല്ലാ വാല്യൂസും ഗിവൺ ആണ്. ക്യൂ എച്ച് ഈക്വൽസ് എം ഡോട്ട് എച്ച് ഇൻറ്റു സി പി എച്ച് ഇൻറ്റു T1 - T2 ചെയ്യുമ്പോൾ നമുക്ക് 0.2 × 4.187. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വാട്ടറിൻ്റെ CP വാല്യൂ 4.187 ആയിട്ട് നമ്മൾ എടുക്കണം. തന്നിട്ടില്ലെങ്കിലും നമ്മൾ അങ്ങനെ അസ്യൂം ചെയ്തെടുക്കണം. 4.187 ഇൻറ്റു അവിടുത്തെ ടെമ്പറേച്ചർ ഡിഫറൻസ് 70 - 45 ഒരു വാല്യൂ കിട്ടും. 20.935 കിലോ വാട്ട്. നേരത്തെ പറഞ്ഞിട്ടുണ്ട് കിലോ വാട്ടിലായിരിക്കും കിട്ടുന്നത്. കാര്യം എന്താണ്, ഇവിടെ കിലോ ജൂൾ പെർ സെക്കൻഡ് ഉണ്ട്, ഇവിടെ കിലോഗ്രാം പെർ സെക്കൻഡ് ഉണ്ട്, ഇവിടെ കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കിലോ വാട്ടിൽ തന്നെ കിട്ടും. ഓക്കെ, തൊട്ടിരിക്കട്ടെ. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് T2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഈ QH ഈക്വൽസ് QC ഈക്വൽസ് Q ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഈ QH തന്നെ നമുക്ക് QCക്ക് വേണ്ടി ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. സോ QC അതിൽ QH തന്നെ കൊടുക്കുക നമുക്ക് ഈക്വൽ ടു എം ഡോട്ട് സി ഇൻറ്റു CPC ഇൻറ്റു T2 - T1 അല്ലേ, കോൾഡ് ഫ്ലൂയിഡിൻ്റെ MCP ΔT സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0.5 ഇൻറ്റു 4.187 ഇൻറ്റു T2 - 20. അപ്പോൾ T2ൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും, 30 ഡിഗ്രി സെൽഷ്യസ് കിട്ടും. ഓക്കെ, ഇനി നമ്മുടെ ജനറൽ ഇക്വേഷൻ എഴുതുക. Q ഈക്വൽസ് U ഇൻറ്റു A ഇൻറ്റു തീറ്റ എല്ലാം. നമുക്ക് ക്യൂവിൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട് 20.935 കിലോ വാട്ട്. അതേപോലെ തന്നെ ഏരിയ ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഇനി തീറ്റ എല്ലാമും വേണം, യുവും വേണം. സോ നമുക്ക് ഇൻസൈഡ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് ആൻഡ് ഔട്ട്സൈഡ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് വാല്യൂ തന്നിട്ടുണ്ട്. രണ്ടിൻ്റെ വാല്യൂ 650 ആണ്. ഇഫ് ദ ഇൻഡിവിജ്വൽ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് ഓൺ ബോത്ത് സൈഡ്, അതായത് ഇന്നർ സൈഡ് ഔട്ടർ സൈഡും, അതിൻ്റെ വാല്യൂ 650 വാട്ട് പെർ മീറ്റർ സ്ക്വയർ ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുണ്ട്. സോ 1/Uൻ്റെ വാല്യൂ 1/Ui പ്ലസ് 1/U0 ആണ്. നമുക്കെല്ലാം അറിയാവുന്നതാണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. സോ അങ്ങനെ അത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് യുവിൻ്റെ വാല്യൂ 325 വാട്ട് പെർ മീറ്റർ സ്ക്വയർ ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും. ഇനി നമുക്ക് LMDD കാണാം. LMDD എല്ലാവർക്കും അറിയാം, തീറ്റ LM ഈക്വൽസ് θ1 - θ2 ബൈ നാച്ചുറൽ ലോഗ് ഓഫ് θ1 / θ2. θ1ൻ്റെ വാല്യൂ എന്താണ്, ക്യാപിറ്റൽ T1 മൈനസ് സ്മാൾ t1, ദാറ്റ് ഈസ് 70 - 20. θ2ൻ്റെ വാല്യൂ ക്യാപിറ്റൽ T2 മൈനസ് സ്മാൾ t2. ക്യാപിറ്റൽ T2ൻ്റെ വാല്യൂ 45 ഡിഗ്രി സെൽഷ്യസ്. സ്മാൾ t2ൻ്റെ വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ചു 30 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് LMDDയുടെ വാല്യൂ 29.07 ഡിഗ്രി സെൽഷ്യസ്. ഇതിൻ്റെ വാല്യൂ ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ഡിഗ്രി കെൽവിൻ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ LMDDയുടെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് 29.07. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്, ഏരിയ ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ QI UI LMDD ആയി. ഇനി ഏരിയ കണ്ടുപിടിക്കണം. സോ ഏരിയ ഈക്വൽസ് Q/U ഇൻറ്റു LMDD. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏരിയയുടെ വാല്യൂ 2.216 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. എക്സോസ്റ്റ് ഗ്യാസസ് അതിൻ്റെ CP വാല്യൂ വന്നിട്ടുണ്ട് 1.1 കിലോ ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ് ഫ്ലോയിങ് ത്രൂ എ ഹീറ്റ് എക്സ്ചേഞ്ചർ അറ്റ് ദ റേറ്റ് ഓഫ് 1000 kilogram per hour are cooled from 450 degree Celsius to 170 degree Celsius. The cooling is done by water. CP value is given as 4.187 kilojoule per kilogram degree Celsius. That enters the unit at the rate of 1600 kilogram per hour. If the overall heat transfer coefficient is 510 kilojoule per meter square hour degree Celsius. What heat exchanger area required to handle the load for? First one parallel flow and the second one is counterflow arrangement. അപ്പോൾ നമുക്കിവിടെ പാരലൽ ഫ്ലോയും കണ്ടുപിടിക്കണം, കൗണ്ടർ ഫ്ലോയുടെയും ഏരിയ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഗിവൺ ഡേറ്റാസ് എടുത്ത് എഴുതാം ആദ്യമേ. ഓക്കെ, CP ഫോർ എക്സോസ്റ്റ് ഗ്യാസ് അല്ലെങ്കിൽ CP ഫോർ ഹോട്ട് ഗ്യാസ് is given as 1.1 kilojoule per kilogram degree Celsius and the CP for water cooling is done by water ആണ്. അപ്പോൾ CP for water is given as 4.187 kilojoule per kilogram degree Celsius. Then we have the mass flow rate of hot fluid 1000 kilogram per hour തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മാസ് ഫ്ലോ റേറ്റ് ഓഫ് കോൾഡ് ഫ്ലൂയിഡ് 1600 kilogram per hour. യു ഡയറക്റ്റ് തന്നിട്ടുണ്ട്, യുവിൻ്റെ വാല്യൂ 510 kilojoule per meter square hour degree Celsius. ഓക്കെ, നമുക്ക് ഈ യുവിൻ്റെ വാല്യൂ
കിലോ വാട്ട് പെർ മീറ്റർ സ്ക്വയർ ഡിഗ്രി സെൽഷ്യസിലാണ് ഇട്ടിട്ടുണ്ട്. ഇവിടെ കിലോ ജൂൾ പെർ മീറ്റർ സ്ക്വയർ ഹവർ ഡിഗ്രി സെൽഷ്യസിലാണ്. ഒരു കിലോ വാട്ട് എന്ന് പറയുന്നത് എന്താണ്? 1 കിലോ വാട്ട് ഈക്വൽസ് 1 കിലോ ജൂൾ പെർ സെക്കൻഡ്. സോ ഇതിനെ താഴെ അവറിനെ അങ്ങ് മാറ്റി കിലോ ജൂൾ പെർ സെക്കൻഡ് ആക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ താഴെ അവറിനെ സെക്കൻഡിലേക്ക് മാറ്റാൻ വേണ്ടി 3600 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമുക്ക് കിലോ വാട്ട് പെർ മീറ്റർ സ്ക്വയർ ഡിഗ്രി സെൽഷ്യസ് കിട്ടും. കിലോ ജൂൾ മാറി കിലോ വാട്ട് പെർ മീറ്റർ സ്ക്വയർ ഡിഗ്രി സെൽഷ്യസ് കിട്ടും. We know that the heat removed from exhaust gas equals heat absorbed by cold water. അതാണ് നമ്മുടെ എനർജി ബാലൻസ്. ഇത് ചെയ്യുമ്പം നമുക്കറിയാം എം ഡോട്ട് എച്ച് ഇൻറ്റു സി പി എച്ച് ഇൻറ്റു T1 മൈനസ് T2. ദാറ്റ് ഇസ് എ ടെമ്പറേച്ചർ ഡിഫറൻസ് ഓഫ് ഹോട്ട് ടു ഫ്ലൂയിഡ് വിച്ച് ഇസ് ഈക്വൽസ് എം ഡോട്ട് സി ഇൻറ്റു സി പി സി ഇൻറ്റു സ്മാൾ T2 മൈനസ് സ്മാൾ T1. ദാറ്റ് ഇസ് എ ടെമ്പറേച്ചർ ഡിഫറൻസ് ഓഫ് കോൾഡ് ഫ്ലൂയിഡ്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എനർജി ബാലൻസ് ഇക്വേഷനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ അൺനോൺ വാല്യൂ ആയിട്ടുള്ളത് കോൾഡ് ഫ്ലൂയിഡിൻ്റെ എക്സിറ്റ് ടെമ്പറേച്ചർ ദാറ്റ് ഈസ് ദ സ്മോൾ T2 ആണ് ഇവിടെ അൺനോൺ വാല്യൂ ആയിട്ടുള്ളത്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് T2ൻ്റെ വാല്യൂ 60.98 അല്ലെങ്കിൽ 61 നമുക്ക് എടുക്കാം, അപ്രോക്സിമേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 60.98 അങ്ങ് ഇട്ടേക്കാണ്. അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് പാരലൽ ഫ്ലോയുടെയും ഏരിയ കണ്ടുപിടിക്കണം, കൗണ്ടർ ഫ്ലോയുടെയും ഏരിയ കണ്ടുപിടിക്കണം. നമുക്ക് ആദ്യത്തെ പോർഷൻ നോക്കാം. പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ലോഡ് അല്ലേ, ലോഡാണ് എത്ര ഏരിയ വേണമെന്നുള്ളത്. അപ്പോൾ പാരലൽ ഫ്ലോയുടെ ടെമ്പറേച്ചർ പ്രൊഫൈൽ നമുക്ക് വരയ്ക്കാം. ഇങ്ങനെ കാര്യം ഹോട്ട് ഫ്ലൂയിഡായ എക്സോസ്റ്റ് ഗ്യാസും കോൾഡ് ഫ്ലൂയിഡായ വാട്ടറും സെയിം ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നത്. അതാണ് പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ. സോ നമുക്കിവിടെ T1ൻ്റെ വാല്യൂ അറിയാം. Capital T1, the exhaust gas in inlet temperature, that is 450 degrees Celsius, and the exit temperature of exhaust gas അല്ലെങ്കിൽ ഹോട്ട് ഗ്യാസിൻ്റെ വാല്യൂ അറിയാം 170 ഡിഗ്രി സെൽഷ്യസ്. അതേപോലെ തന്നെ കോൾഡ് ഫ്ലൂയിഡായ വാട്ടറിൻ്റെ ഇൻലെറ്റ് ടെമ്പറേച്ചർ 15 ഡിഗ്രി സെൽഷ്യസും കോൾഡ് ഫ്ലൂയിഡിൻ്റെ എക്സിറ്റ് ടെമ്പറേച്ചർ നമുക്ക് അറിയില്ലായിരുന്നു, പക്ഷെ നമ്മൾ കണ്ടുപിടിച്ച് 60.98 ഡിഗ്രി സെൽഷ്യസ്. നമുക്ക് θ1 θ2ൻ്റെ വാല്യൂ അറിയാം. θ1 എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ T1 മൈനസ് സ്മോൾ T1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വാല്യൂ കിട്ടി. θ2ൻ്റെ വാല്യൂയും അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, നമുക്ക് വാല്യൂ കിട്ടി. ഇനി നമുക്ക് LMTD ആണ്. LMTD ഫോർ പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ. നേരത്തെ പറഞ്ഞ നമുക്ക് ഡേറ്റ ബുക്ക് എടുക്കുക. ഡേറ്റ ബുക്കിൽ ഇക്വേഷൻ ഉണ്ട് കണ്ടല്ലേ. T1 മൈനസ് T1 അതായത് θ1 മൈനസ് θ2 ബൈ നാച്ചുറൽ ലോഗ് ഓഫ് θ1 ബൈ θ2. അപ്പം ഡയറക്റ്റ് ഇക്വേഷൻ എഴുതാൻ ഞങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ഇവിടെ. θ1 മൈനസ് θ2 ബൈ നാച്ചുറൽ ലോഗ് ഓഫ് θ1 ബൈ θ2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ 235.5 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ക്യൂവിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ക്യൂ ഈക്വൽസ് എം ഡോട്ട് എച്ച് ഇൻറ്റു സി പി എച്ച് ഇൻറ്റു T1 മൈനസ് T2. ഹോട്ട് ഫ്ലൂയിഡിൻ്റെ അല്ലെങ്കിൽ കോൾഡ് ഫ്ലൂയിഡ് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമുക്ക് കോൾഡ് ആയാലും ഹോട്ട് ആയാലും ഏതായാലും എടുത്താൽ മതി. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് ഇവിടെ കിലോ ജൂൾ പെർ സെക്കൻഡ് ആണ്, അല്ലെങ്കിൽ ഇവിടെ കിലോഗ്രാം എം ഡോട്ട് എച്ച് കിലോഗ്രാം പെർ സെക്കൻഡ് ആണ്, ഇവിടെ സി പി എച്ചിൻ്റെ കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിലോ വാട്ട് യൂണിറ്റ് കിട്ടും. ഓക്കെ, ഇനി നമ്മുടെ ജനറൽ ഇക്വേഷനകത്ത് കണ്ടുപിടിക്കാനുള്ള ഏരിയ ആണ്, പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കാനുള്ളത്. ക്യൂ നമുക്കിപ്പോൾ കിട്ടി, ഇവിടെ കിലോ വാട്ട് കിട്ടിയിട്ടുണ്ട്. യുവിൻ്റെ വാല്യൂ ഗിവൺ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ 510, അതിന് നമ്മൾ കിലോ ജൂൾ പെർ സെക്കൻഡിലേക്ക് മാറ്റിയ കാര്യം. യു ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഫിഷ്യൻ്റ് വാല്യൂ ഗിവൺ ആണ്. തീറ്റ എല്ലാം ഇപ്പോൾ കണ്ടുപിടിച്ച്. അപ്പോൾ ഏരിയ ഈക്വൽസ് ക്യൂ ബൈ യു ഇൻറ്റു LMTD. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 85.56 കിലോ വാട്ട്. ഓക്കെ, താഴെ ഒരു കിലോ വാട്ട് ടേം ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ 1000 കൊടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടി ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. 85.56 കിലോ വാട്ടിനെ 1000ലേക്ക് മാറ്റി വാട്ട്സിലേക്ക് മാറ്റി. ഇവിടെയും താഴെ കിലോ വാട്ട് പെർ മീറ്റർ സ്ക്വയർ ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. അതിനെ വാട്ട്സിലേക്ക് മാറ്റാൻ വേണ്ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ LMTDയുടെ വാല്യൂ 235.5 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏരിയയുടെ വാല്യൂ 2.563 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇനി കൗണ്ടർ ഫ്ലോയുടെ ഡയഗ്രാം വരയ്ക്കാം നമുക്ക്. കൗണ്ടർ ഫ്ലോയുടെ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഹോട്ട് ഫ്ലൂയിഡ് ഒരു ഡയറക്ഷനിൽ പോകും, കോൾഡ് ഫ്ലൂയിഡ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും വരുന്നത്. ഓക്കെ, ഇപ്പോൾ എക്സോസ്റ്റ് ഗ്യാസ് T1 ടെമ്പറേച്ചർ 450 ഡിഗ്രി സെൽഷ്യസ്, ടെമ്പറേച്ചർ എല്ലാം സെയിം ആണ്, ആ ഡയറക്ഷൻ മാത്രം ചേഞ്ച് ചെയ്യും.
അത് മുഖേന തീറ്റ1ൻ്റെയും തീറ്റ2ൻ്റെയും വാല്യൂ മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. T1ൻ്റെ വാല്യൂ 450 ഡിഗ്രി സെൽഷ്യസും എക്സോസ്റ്റ് ഗ്യാസിന് ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ 170 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ദ ഇൻലെറ്റ് ടെമ്പറേച്ചർ ഓഫ് എക്സിറ്റ് ടെമ്പറേച്ചർ ഓഫ് കോൾഡ് ഫ്ലൂയിഡ് ആണ് ഇവിടെ വരുന്നത് 60.98. ഇൻലെറ്റ് ടെമ്പറേച്ചർ ഓഫ് കോൾഡ് ഫ്ലൂയിഡ് റൈറ്റ് സൈഡിലാണ് വരുന്നത് 61. T1ൻ്റെ വാല്യൂ 15 ഡിഗ്രി സെൽഷ്യസ് കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് തീറ്റ1ൻ്റെയും തീറ്റ2ൻ്റെയും വാല്യൂ മാറും. തീറ്റ1ൻ്റെ വാല്യൂ 389.02 എന്നും തീറ്റ2ൻ്റെ വാല്യൂ 155 ഡിഗ്രി സെൽഷ്യസ് എന്നും കിട്ടും. അങ്ങനെ നമുക്ക് തീറ്റ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. തീറ്റ എല്ലാം സെയിം ഇക്വേഷനാണ് നേരത്തെ യൂസ് ചെയ്ത് തന്നെ, പാരലൽ ഫോടെ സെയിം ഇക്വേഷനാണ് തീറ്റ1 മൈനസ് തീറ്റ2 ബൈ നാച്ചുറൽ ലോഗ് ഓഫ് തീറ്റ1 ബൈ തീറ്റ2. പക്ഷേ ഈ കൊടുക്കുന്ന തീറ്റ1ൻ്റെയും തീറ്റ2ൻ്റെയും വാല്യൂക്ക് മാറ്റം ഉണ്ടാവും. അതൊരിക്കലും അവിടെയുള്ള പാരലൽ ഫ്ലോയ്ക്ക് എടുത്ത തീറ്റ1 അല്ല ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഈ തീറ്റ1 മാറുന്നുണ്ട്. ഓക്കെ, അവിടെ ക്യാപിറ്റൽ T1 മൈനസ് സ്മോൾ T1 ആയിരുന്നു, ഇവിടെ ക്യാപിറ്റൽ T1 മൈനസ് സ്മോൾ T2 ആണ് ഇവിടെ വരുന്നത്. അങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ 254.31 ഡിഗ്രി സെൽഷ്യസ് കിട്ടും. LMTയുടെ ഇക്വേഷൻ ഡേറ്റാ ബുക്കിലുണ്ട്, ഇവിടെ ഗിവനാണ് ഡേറ്റാ ബുക്കിൽ ഉണ്ടല്ലേ. ഫോർ കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ തീറ്റ എലമെൻറ്റ് വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, ഈ പാരാമീറ്റർ ഈ T1 T2 എല്ലാം എന്താണെന്ന് സൈഡിൽ തന്നെ നൊട്ടേഷൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് LMTയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട് 254.31 ഡിഗ്രി സെൽഷ്യസ്. ഇനി നമുക്ക് ഏരിയ ആണ് ഏരിയ ഫോർ കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ Q സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? U into A into LMTD. So we can write in the term of area equals Q by U into theta LM. എല്ലാ വാല്യൂസും Q ആണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 2.375 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. നമുക്കിവിടെ പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിന് കിട്ടിയത് എന്താണ്? 2.563 ആണ് കിട്ടിയത്. കൗണ്ടർ ഫ്ലോ ആയപ്പോഴോ 2.375. ഇപ്പോൾ സെയിം ഫ്ലൂയിഡ് ടെമ്പറേച്ചർ വെച്ച് നോക്കുമ്പോൾ കൗണ്ടർ ഫ്ലോയ്ക്കാണ് ലെസ് ഏരിയ വേണ്ടത്. അതാണ് നമ്മൾ കൗണ്ടർ ഫ്ലോ യൂഷ്വലി ഇൻഡസ്ട്രീസിലെല്ലാം യൂസ് ചെയ്യാനുള്ള മെയിൻ കാര്യം. ഒരു ഏരിയ കുറച്ച് മതി, ഏരിയ ഫോർ ഒക്കുപ്പേഷൻ വളരെ കുറച്ച് മതി പാരലൽ ഫ്ലോയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ.